അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ 5-ൽ കൂടുതൽ സൂപ്പർ ഹീറോ ടീംസ് അപ്പിയർ ചെയ്യുമെന്ന് റൂമേഴ്സ് ഉണ്ട്. സോ ഏതൊക്കെ സൂപ്പർ ഹീറോ ടീംസ് ആകാം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്പർ 1 അവഞ്ചേഴ്സ്. സാം വിൽസൺ അഥവാ ക്യാപ്റ്റൻ അമേരിക്ക ലീഡ് ചെയ്യുന്ന അവഞ്ചേഴ്സ് എന്ന ടീം ആന്റ്മാൻ, ഷാങ്ചി, ഷീ ഹൾക്ക്, ഫാൽക്കൺ, ക്യാപ്റ്റൻ മാർവല്, ഹൾക്ക്, തോർ, സ്പൈഡർമാൻ, ഡോക്ടർ സ്ട്രേഞ്ച് ഇവരൊക്കെ ആകാം സാം വിൽസൺ ലീഡ് ചെയ്യുന്ന അവഞ്ചേഴ്സ് എന്ന ടീമിൽ ഉണ്ടാവുക. നമ്പർ 2 തണ്ടർ ബോൾസ് അഥവാ ന്യൂ അവഞ്ചേഴ്സ്. എലേന ബെലോവ, വിന്റർ സോൾജർ, US ഏജന്റ്, റെഡ് ഗാർഡിയൻ, ഗോസ്റ്റ്, സെൻട്രി ഇവരൊക്കെയാണ് തണ്ടർ ബോൾസ് എന്ന ടീമിൽ ഉണ്ടാവുക. നമ്പർ 3 ദ ഫാന്റാസ്റ്റിക് ഫോർ. മിസ്റ്റർ ഫാന്റാസ്റ്റിക്, ഇൻവിസിബിൾ വുമൻ, ഹ്യൂമൻ ടോർച്ച്, ദ തിങ് ഇവരൊക്കെയാണ് ദ ഫാന്റാസ്റ്റിക് ഫോർ എന്ന ടീമിലെ മെമ്പേഴ്സ്. നമ്പർ 4 എക്സ്മെൻ. പ്രൊഫസർ എക്സ്, സൈക്ലോപ്സ്, ബീസ്റ്റ്, ഗാംബിറ്റ്, മിസ്റ്റീക്ക്, നൈറ്റ് ക്രോളർ ഇവരൊക്കെയാണ് എക്സ്മെൻ എന്ന ടീമിൽ ഉണ്ടാവുക. നമ്പർ 5 വക്കാണ്ടൻസ്. ബ്ലാക്ക് പാന്തർ, ഓക്കോയെ, നാക്കിയ, എംബാക്കു ഇവരൊക്കെയാണ് വക്കാണ്ടയെ റെപ്രസെന്റ് ചെയ്ത് വരാൻ പോകുന്നത്. നമ്പർ 6 അറ്റ്ലാന്റിയൻസ്. നെമോറും അദ്ദേഹത്തിന്റെ അറ്റ്ലാന്റിയൻ ആർമിയും എത്തിയേക്കാം. നമ്പർ 7 യങ് അവഞ്ചേഴ്സ്. കേറ്റ് ബിഷപ്പ്, അമേരിക്ക ഷാവേസ്, മിസ് മാർവല്, അയൺ ഹാർട്ട്, കാസി ലാങ് ഇവരൊക്കെ ആകാം യങ് അവഞ്ചേഴ്സ് എന്ന ടീമിൽ ഉണ്ടാവുക. ഞാൻ ഈ പറഞ്ഞ ടീംസ് എല്ലാം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ അപ്പിയർ ചെയ്യണമെന്നില്ല. എല്ലാം ഓരോ റൂമേഴ്സ് മാത്രമാണ്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ടീംസ് ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ ഉണ്ടാകുമെന്ന് ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. MCUവിൽ എങ്ങനെയാകാം ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ വീണ്ടും തിരിച്ചെത്താൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ ഈ പറയാൻ പോകുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു തിയറി മാത്രമാണ്. റൂമേഴ്സ് പ്രകാരം ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ വെറും ഒരു ക്യാമിയോ റോളിന് വേണ്ടി മാത്രമല്ല MCUവിലേക്ക് വരാൻ പോകുന്നത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യാൻ തന്നെയാണ്. ഡോക്ടർ ഡൂമിനോട് പോരാടാൻ വേണ്ടിയിട്ട് ഗോഡ് ഓഫ് ദ മൾട്ടിവേഴ്സ് ആയ ലോക്കി ഒരു മൾട്ടിവേഴ്സൽ സൂപ്പർ ഹീറോ ടീമിനെ രൂപീകരിക്കുന്നു. ആ സൂപ്പർ ഹീറോ ടീമിലെ ഒരു മെമ്പറാണ് ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ. സ്പൈഡർമാൻ നോവേ ഹോമിന്റെ അവസാനത്തോടെ തന്റെ യഥാർത്ഥ യൂണിവേഴ്സിലേക്ക് മടങ്ങിപ്പോയ ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ പഴയ പോലെ തന്റെ സിറ്റിയെ വില്ലന്മാരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പോഴാണ് മൾട്ടിവേഴ്സ് വീണ്ടും അദ്ദേഹത്തെ തിരികെ വിളിക്കുന്നത്. ഡോക്ടർ ഡൂമിനോട് പോരാടാൻ ലോക്കിയുടെ ടീമിൽ സൂപ്പർ ഹീറോസിന്റെ പല വേരിയൻസും ജോയിൻ ചെയ്തേക്കാം. ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊക്കെ വെറും തിയറി മാത്രമാണ്. ഇങ്ങനെ ഒരു തിയറി കണ്ടപ്പോൾ പറഞ്ഞെന്ന് മാത്രം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഡോക്ടർ ഡൂമിന്റെ ഒന്നിലധികം വേരിയൻസ് പ്രത്യക്ഷപ്പെടുമെന്ന് റൂമേഴ്സ് ഉണ്ട്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ഡോക്ടർ ഡൂമിന്റെ വേരിയൻസിൽ ഒരു ഫീമെയിൽ ഡോക്ടർ ഡൂം വേരിയന്റ് ഉണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട്. ആക്ച്വലി മാർവൽ സ്റ്റുഡിയോസിന് MCU എന്ന കോൺസെപ്റ്റ് കളയാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. MCUവിൽ ഓൾറെഡി തന്നെ സൂപ്പർ ഹീറോസിന്റെ പല വേരിയൻസിനെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ലേഡി തോർ, ലേഡി ക്യാപ്റ്റൻ അമേരിക്ക, ലേഡി അയൺമാൻ, ലേഡി ലോക്കി, ലേഡി സിൽവർ സർഫർ എന്നിങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. റൂമേഴ്സ് പ്രകാരം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഡോക്ടർ ഡൂമായിട്ട് വേഷമിടാൻ പോകുന്നത് ആന ഡെ അർമാസ് എന്ന ആക്ട്രസ് ആണ്. ആന്റ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടംമേനിയയിൽ കൗൺസിൽ ഓഫ് കാങ്സിനെ നമ്മൾ കണ്ടതുപോലെ കൗൺസിൽ ഓഫ് ഡൂംസിനെയും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല പ്രൈം ഡോക്ടർ ഡൂമായ RDJയുടെ ഡോക്ടർ ഡൂം മൾട്ടിവേഴ്സുകളിൽ ഉടനീളമുള്ള ഡോക്ടർ ഡൂം വേരിയൻസിനെ വേട്ടയാടുകയും അവരുടെ പവേഴ്സ് എല്ലാം അബ്സോർബ് ചെയ്യുമെന്നും പറയപ്പെടുന്നുണ്ട്. കാരണം അത്രമാത്രം ഡേഞ്ചറസും പവർഫുള്ളും ഇന്റലിജന്റുമാണ് RDJയുടെ ഡോക്ടർ ഡൂം. ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊക്കെ വെറും തിയറിയും റൂമേഴ്സും മാത്രമാണ്. ഇങ്ങനെ ഒരു തിയറിയും റൂമറും ഒക്കെ കണ്ടപ്പോ പറഞ്ഞെന്ന് മാത്രം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ടോബി മഗ്വയറിന്റെ സ്പൈഡർമാനും ഡോക്ടർ ഡൂമും തമ്മിൽ പോരാട്ടം നടക്കുമെന്നും ആ പോരാട്ടത്തിൽ ഡോക്ടർ ഡൂം ടോബി മഗ്വയറിന്റെ സ്പൈഡർമാനെ കൊല്ലുമെന്നും ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. MCUവിൽ എങ്ങനെയാകാം ടോബി മഗ്വയറിന്റെ സ്പൈഡർമാനെ ഡോക്ടർ ഡൂം കൊല്ലാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ലൈവ് ആക്ഷൻ മൂവിയിൽ സ്പൈഡർമാൻ മരണപ്പെടാൻ പോകുന്നത്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ചിത്രീകരണം നടക്കുന്ന സ്ഥലത്ത് ടോബി മഗ്വയർ വന്നു പോയതായിട്ട് അറിയാൻ സാധിച്ചിരുന്നു. അതിനുശേഷം ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ ഇൻജേർഡ് ആയ ഫോട്ടോസ് ഒക്കെ ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒരുപാട് പേര് ആ ഫോട്ടോസ് AI ആണെന്നൊക്കെ അവകാശപ്പെട്ടെങ്കിലും ഇൻസൈഡേഴ്സ് പറയുന്നത് ആ ഫോട്ടോസ് റിയൽ ആയിട്ടുള്ളതാണെന്നാണ്. റൂമേഴ്സ് പ്രകാരം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ തുടക്കത്തിൽ തന്നെ ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ ഡോക്ടർ ഡൂമിനോട് പോരാടുമെന്നാണ്. കാരണം ഡോക്ടർ ഡൂമിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മൾട്ടിവേഴ്സിൽ ഉടനീളമുള്ള ആങ്കർ ബീയിങ്സിനെ തേടി പിടിച്ച് അവരെ എല്ലാം ഇല്ലാതാക്കുക എന്നതാണ്. ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിലെ ആങ്കർ ബീയിങ് ആണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഡൂം ടോബി മഗ്വയറിന്റെ സ്പൈഡർമാനെ കൊല്ലുമെന്ന് ഉറപ്പിക്കാം. ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊക്കെ വെറും തിയറി മാത്രമാണ്. ഇങ്ങനെ ഒരു തിയറി കണ്ടപ്പോൾ പറഞ്ഞെന്ന് മാത്രം.
അവഞ്ചേഴ്സ് ഡൂംസ്ഡേയില് സാം വിൽസൺ അഥവാ ക്യാപ്റ്റൻ അമേരിക്കയുടെ ടീമിലെ ശക്തരായ 3 മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്പർ 3 ഷാങ്ചി. ടെൻ റിങ്സ് എന്ന പവർഫുൾ വെപ്പൺ ഇല്ലെങ്കിൽ പോലും ലോകത്തിലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റന്റും മാർഷൽ ആർട്ടിസ്റ്റും കൂടിയാണ് ഷാങ്ചി. അപ്പോൾ ടെൻ റിങ്സ് കൂടെ സ്വന്തമാക്കിയ ഷാങ്ചി എത്രമാത്രം ശക്തനായിരിക്കും. നമ്പർ 2 ഗോഡ് ഓഫ് തണ്ടറായ തോർ. ബ്രൂസ് ബാനർ അഥവാ ഹൾക്കിനെ മാറ്റി നിർത്തിയാൽ നിലവിലുള്ള ഒറിജിനൽ 6 അവഞ്ചേഴ്സിലെ അതിശക്തനായ ദൈവം. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറില് നമ്മൾ കണ്ട ശക്തനായ തോറിനെയാകും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലും നമ്മൾ കാണാൻ പോകുന്നത്. താനോസ്, ഹെല, ഗോർ ദ ഗോഡ് ബുച്ചർ എന്നീ വില്ലന്മാരോട് കട്ടക്കിൽ നിന്ന് പോരാടിയവനാണ് സാക്ഷാൽ തോർ. നമ്പർ 1 ലോക്കി. എല്ലാ ടൈം ലൈനുകളെയും മൾട്ടിവേഴ്സുകളെയും അക്ഷരാർത്ഥത്തിൽ ഹോൾഡ് ചെയ്ത് അവയെ സംരക്ഷിക്കുന്നത് ലോക്കിയാണ്. ഗോഡ് ഓഫ് ദ മൾട്ടിവേഴ്സോ ഗോഡ് ഓഫ് ദ സ്റ്റോറീസോ എന്നൊക്കെ ലോക്കിയെ ഇപ്പോൾ നമുക്ക് സംബോധന ചെയ്യുവാൻ സാധിക്കും. ഡോക്ടർ ഡൂമിനോട് പോരാടാനും അദ്ദേഹത്തോട് കട്ടയ്ക്ക് നിൽക്കാനും സാധിക്കുന്ന ഒരേ ഒരു ക്യാരക്ടർ നിലവിൽ ഇപ്പോൾ MCUവിൽ ലോക്കി മാത്രമാണ്.